ഇ പി ജയരാജൻ വധശ്രമ കേസിൽ KPCC പ്രസിഡന്റ് സുധാകരനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കുറ്റാരോപണം. അതിലെ ഗൂഢാലോചനയിൽ സുധാകരന് പങ്കുണ്ട് എന്നായിരുന്നു കേസ്. ഈ സംഭവം 1995 ഏപ്രിൽ 12 നടന്നത്. ചണ്ഡീഗഡിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഇ പി ജയരാജൻ അവിടുന്ന് ട്രെയിനിലേക്ക് കയറി കേരളത്തേക്ക് വരുന്ന വഴി ആണ് ഈ സംഭവം. അദ്ദേഹം രാവിലെ 10 മണിയോടുകൂടി ട്രെയിനിലെ വാഷിംഗ് ബേസിൽ മുഖം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരാള് പിന്നിൽ നിന്ന് അദ്ദേഹത്തിനെ വെടിവെച്ചു. അത് കഴുത്തിലാണ് വെടി കൊണ്ടത്. അദ്ദേഹത്തിനെ പെട്ടെന്ന് ഹോസ്പിറ്റലാക്കി. ആ വെടിയുണ്ട കഴുത്തിലുണ്ട് എന്ന് അദ്ദേഹം ഈ അടുത്ത കാലത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ശസ്ത്രക്രിയ നടത്തി അത് മാറ്റി, ആ വെടിയുണ്ട കഴുത്തിൽ നിന്ന് മാറ്റിയെന്നാണ് സുധാകരനും കൂട്ടരും പറയുന്നത്. എന്തായാലും വെടിയുണ്ട അങ്ങനെ കഴുത്തിൽ സ്ഥിരമായിട്ട് ഒരാൾക്ക് വച്ചുകൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കൗണ്ടറുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇ പി ജയരാജൻ ആ വെടിയുണ്ട അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 29 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അതിനകത്ത് ഗൂഢാലോചനയിൽ KPCC പ്രസിഡന്റ് സുധാകരന് പങ്കുണ്ട് എന്നായിരുന്നു പോലീസ് അന്വേഷണം കണ്ടെത്തിയത്. ആ കേസിനകത്ത് പിന്നീട് MV രാവുവിനെ കൂടെ പ്രതി ചേർക്കാൻ, ഗൂഢാലോചനയെ പ്രതി ചേർക്കാനുള്ള ശ്രമം ഉണ്ടായി. പക്ഷെ അത് മുന്നോട്ട് പോയില്ല. പോലീസ് കുറ്റച്ചാർജ് കൊടുത്തു. 2016 കുറ്റച്ചാർജ് കൊടുത്തു. 2016 സുധാകരനെ കേരള ഹൈക്കോടതി മുമ്പാകെ ഒരു ഹർജി കൊടുത്തു. താൻ നിരപരാധിയാണ്, ഇത് തന്നെ മനഃപൂർവ്വം കേരള പോലീസ് പ്രതിയാക്കിയതാണ്, രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് ഇതുണ്ടായത്, അതുകൊണ്ട് കേസിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ് 2016 സ്റ്റേ ചെയ്തു. ഏകദേശം 8 വർഷത്തോളം ഒന്നും സംഭവിച്ചില്ല. ഈ കേസിലെ ഒന്നാം പ്രതിയായി വെടിവെച്ചയാള് വിക്രം ചാലിൽ ശശി എന്നയാളാണ്. അയാളാണ് വെടി ഉതിർത്തതെന്ന് പറയുന്നു. ഏതായാലും ഫേറ്റൽ ഇഞ്ചുറിയാണ് കഴുത്തിലുണ്ടായത്. അദ്ദേഹം കൊല്ലപ്പെട്ടില്ല, ഇന്ന് ജീവിക്കുന്നു. കൂടെ പേട്ടക്കാരൻ ഒരു ദിനേശൻ, TP രാജീവൻ, ബിജു കെ സുധാകരൻ എന്നിവരെ കൂടെ പ്രതിയാക്കിയിരുന്നു. ഈ സംഭവത്തിന്റെ ഗൂഢാലോചന പേട്ടയിൽ വെച്ചാണ് ഉണ്ടായത്, കേരളത്തിലാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനത്തിന്റെ പരിധിയിൽ ട്രെയിൻ വന്നപ്പോൾ ഉള്ള വെടിയേറ്റ സംഭവം അത് കേരളത്തിലേക്ക് മാറ്റിയത്. കാരണം ഇവിടുന്നാണ് ആ ചണ്ഡീഗഡ് കോൺഗ്രസിന് ഇ പി ജയരാജൻ പോയിട്ടുള്ളത്. അദ്ദേഹത്തിന് മടങ്ങി വരുമ്പോഴാണ് കഴുത്തിൽ വെടിയേറ്റത്. ഇതിന്റെ ഗൂഢാലോചന പേട്ടയിലാണ് നടന്നത്. അതുകൊണ്ട് ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ പലരും ഇവരെ 4 പേരെ പ്രതികളാക്കി. ആ കൂടെ സുധാകരനും ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ് സുധാകരനെയും പ്രതിയാക്കി. അതിന്റെ പ്രൊസീഡിങ്സ്, അതിന്റെ ആ നടപടിക്രമം സ്റ്റേ ചെയ്തുകൊണ്ട് 2016 തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇപ്പോൾ ഹൈക്കോടതി അത് കണ്ടെത്തിയത് ഇതിനകത്ത് മെറ്റീരിയൽ ഒന്നുമില്ല, സുധാകരനെ നിരപരാധിയാണ്, സുധാകരനെതിരായിട്ട് 120B വരുന്ന തെളിവുകളൊന്നും കാണാനില്ല, 29 വർഷം മുമ്പ് നടന്നതാണ്, രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് തന്നെ ഇതിനകത്ത് പ്രതി ചേർത്തത്, പ്രത്യേകിച്ച് ഗൂഢാലോചന ചേർത്തതിന്റെ കാരണം എന്നാണ് സുധാകരൻ ഹൈക്കോടതി വാദിച്ചത്. ഏതായാലും 120B ഗൂഢാലോചനയിൽ സുധാകരന് പങ്കില്ല എന്ന് ഹൈക്കോടതി കണ്ടെത്തി. അതിനുള്ള തെളിവുകളൊന്നും ആ കേസ് ഡയറിയിലോ അല്ലെങ്കിൽ ആ കുറ്റച്ചാർജിലോ ഇല്ല. അതുകൊണ്ട് സുധാകരനെ ഒഴിവാക്കി. ഇതിനെ സുപ്രീം കോടതി വരെ അപ്പീലിന് പോകും എന്ന് ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹത്തിന് അതിന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഗൂഢാലോചനയിൽ
കാര്യമായ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി അത് പരിഗണിക്കും. പക്ഷെ കേരള ഹൈക്കോടതിയുടെ പരിശോധനയിൽ അങ്ങനെ ഒരു എവിഡൻസ് ഒന്നും ആ ഗൂഢാലോചന ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും 2016 നിർത്തിവെച്ച ആ വിചാരണ ഇപ്പോൾ സുധാകരനെ 120B എന്ന് ഒഴിവാക്കിയതോടുകൂടി അത് തിരുവനന്തപുരത്തെ കോടതിയിൽ ആ വിചാരണ നടക്കും, തുടർ നടപടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും എം വി രാഘവനെ രാഷ്ട്രീയപരമായി ഈ കേസിൽ കൂടി പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം അന്നുണ്ടായിരുന്നു. പക്ഷെ കുറ്റച്ചാർജിൽ അദ്ദേഹത്തിനെ പ്രതിയാക്കിയിട്ടില്ല. അതേസമയത്ത് സുധാകരനെ പ്രതിയാക്കുകയും ചെയ്തു. പേട്ടക്കാരൻ ശശിയെയും ദിനേശിനെയും ആണ് ജയരാജനെ ആക്രമിക്കാൻ KPCC പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയതെന്നായിരുന്നു ആ കേസിനകത്ത് കുറ്റച്ചാർജിലുള്ള കണ്ടൻസ്. എന്തായാലും അതൊന്നും ഇനിയിപ്പം പ്രസക്തമല്ല. ഹൈക്കോടതി സുധാകരനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഇനി ആ കേസിൻ്റെ ട്രയല് തിരുവനന്തപുരത്ത് നടക്കുമെന്ന് കരുതുന്നു. പക്ഷേ ഇപ്പം ജയരാജൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹം സുപ്രീം കോടതിയിലെ ഹൈക്കോടതി തീരുമാനത്തിനെതിരായി പോകും. അങ്ങനെയെങ്കിൽ ആ തീരുമാനം സുപ്രീം കോടതിയിൽ അദ്ദേഹം ഇനി അതിന് അപ്പീൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി അത് പരിഗണിക്കുന്നിടം വരെ ഈ കേസിൻ്റെ ട്രയല് നടക്കാനുള്ള സാധ്യതയും കുറവാണ്. ഇപ്പം തന്നെ 29 വർഷമായി. വീണ്ടും ഒരു 3-4 വർഷം കൂടെ, 4 നൂറ്റാണ്ടിലേക്ക് ഈ കേസിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ കേസ് മാറും എന്നാണ് ഞാൻ കരുതുന്നത്.